ഗുണ്ടകൾ സുധീഷുമായിട്ട് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ഹരീഷിൻ്റെ സ്കൂട്ടറിനെ ഇടിക്കുകയാണ്. സുഭാഷ് വന്ന് ഗുണ്ടകളോട് ചൂടാവും. എങ്ങോട്ട് നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? അയാളും അതേ രീതിയിൽ തന്നെ തിരിച്ചും പ്രതികരിക്കുന്നത്. സുഭാഷ് പക്ഷേ വിട്ടുകൊടുക്കുന്നില്ല. ഹരീഷും നികേഷും പറയും, വിട്ടേക്കേട്ടാ, നമുക്കറിയില്ലല്ലേ എങ്ങനത്തെ ആൾക്കാരാണെന്ന്. സുധീഷ് ഉണരുമ്പോൾ സുഭാഷിനെ കാണും. ഒച്ചയുണ്ടാക്കാനൊക്കെ നോക്കുന്നെങ്കിലും പറ്റുന്നില്ല. ഗുണ്ടകളിലെ മറ്റൊരാൾ വന്ന് പറയും, വിട്ടേക്ക്, നമുക്ക് പോകാമെന്ന് പറയും. അവർ വണ്ടി കയറുന്ന സമയത്ത് സുധീഷ് ഒരാളെ ചവിട്ടിയിടുകയാണ്. സുധീഷിൻ്റെ മുഖം പുറത്തോട്ട് കാണുമ്പോൾ നികേഷ് പറയും, സുധീഷ് ഏട്ടൻ. അപ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവും. പിന്നാലെ തന്നെ ഇവരും പോവും. അവർ ഗുണ്ടകളെ ചേസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് അവരെയൊക്കെ അടിച്ചു ഓടിക്കും. സുധീഷിനെ രക്ഷപ്പെടുത്തി ഒരു ഗുണ്ടയെ അവിടെ പിടിച്ചു വെക്കും. എന്നിട്ട് അയാളോട് സുധീഷ് ചോദിക്കും, ആരാടാ എന്നെ തട്ടിക്കൊണ്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന് സ്വർണവും പണമൊക്കെ എടുക്കാൻ പറഞ്ഞത്? ഗുണ്ട പറയും, എനിക്ക് ആരാന്നറിയില്ല, ഒരു ഫോൺ കോളായിരുന്നു. രാവിലെ നിധിയുടെ വീട്ടിലെ അമ്മ പറയും, രാവിലെ തന്നെ എന്താണെന്നറിയില്ല, ഒരു തലവേദന. സാന്ദ്ര പറയും, ഞാൻ ചായ ഉണ്ടാക്കിക്കോളാം. അമ്മ പാലും പത്രവും എടുക്കാൻ വേണ്ടിയിട്ട് കൊലായിലേക്ക് പോവാണ്. അതെടുത്ത് തിരിയുമ്പോൾ ആരോ പത്രവും പിടിച്ച് നിൽക്കുന്നത് കാണും. അമ്മ ചോദിക്കും, ആരാണിത്? പത്രം മാറ്റുമ്പോൾ സുധിയെ കണ്ട് അമ്മ ഞെട്ടിയിട്ട് പത്രവും പാലൊക്കെ താഴെയിട്ട് ഓടുകയാണ്. സാന്ദ്ര ചോദിക്കും, എന്ത് പറ്റിയമ്മേ? അമ്മ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. അരുൺ എവിടെ? രാജീവേട്ടാന്ന് വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ്. അരുണിനെയും രാജീവിനെയൊക്കെ വിളിച്ചു വരുത്തും. അവരൊക്കെ ചോദിക്കും, ആരാ വന്നത്, ആരാ? സുധീഷ് ഉള്ളിലേക്ക് കയറിയിട്ട് പറയും, ഞാൻ തന്നെ. ആ സമയത്ത് നിധി കൂടെ താഴോട്ട് വരികയാണ്. നിധി സുധീഷേന്നൊന്ന് വിളിക്കും. സുധീഷാണെങ്കിൽ മനസ്സിലെന്തോ ഉറപ്പിച്ച മട്ടിലേ അവർക്ക് നേരെ നടക്കും. അരുൺ ഓടി വന്നിട്ട് സുധീഷിൻ്റെ കോളറിൽ പിടിച്ചിട്ട്, എവിടെടാ ഞങ്ങളുടെ സ്വർണവും പണവും എന്നൊക്കെ ചോദിക്കും. അച്ഛൻ പറയും, ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? കാശവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. സുധീഷിനോട് പറയും, നീ എവിടെയായിരുന്നു സുധീഷേ? ഇന്നലെ നീ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം നേരിട്ട് കണ്ടപ്പോഴാ സമാധാനമായത്. നിധി വിഷമത്തോടെ പറയും, ഞാൻ എത്ര തവണ ഇന്നലെ വിളിച്ചു എന്നറിയും. ഒന്ന് ഫോൺ എടുക്കാൻ തോന്നിയോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയോ? ആ സ്വർണവും പണമൊക്കെ ഇയാൾ എടുത്തു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതൊക്കെ ശരിയാണോ? സുധീഷ് അല്ലാന്ന് തലയാട്ടും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ഉണ്ടായ കഥകളൊക്കെ പറയാണ്. അച്ഛൻ മനസ്സിൽ പറയും, ഭാഗ്യം അവന് ഞങ്ങളെ മനസ്സിലായിട്ടില്ല. നിധി പറയും, ഇപ്പം കേട്ടില്ലേ നിങ്ങൾ എന്തൊക്കെ ഇന്നലെ പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അരുൺ പക്ഷേ വിടുന്നില്ല. അരുൺ പറയും, ഇവൻ പറഞ്ഞ ഈ കഥകളൊക്കെ വിശ്വസിക്കുകയാണോ നീയൊക്കെ? അച്ഛൻ മനസ്സ് പറയും, ഇപ്പോൾ ഇവൻ കോളാക്കുകയെല്ലാം. അച്ഛൻ പറയും, അവനെ എടുത്തു കാണില്ല, ഉണ്ടെങ്കിൽ അവനിങ്ങോട്ട് വരുമായിരുന്നോ? അരുൺ പറയും, അച്ഛനും ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യണോ? സുധീഷ് ഇടയ്ക്കിടയ്ക്ക് അരുണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറയുന്നില്ല. നിധിക്ക് ദേഷ്യം വന്നിട്ട് അരുണിനോട് ചൂടാവും. ഇന്നലെ മുതൽ പറയുന്നുണ്ട്, അവർ സ്വർണവും പണമായിട്ട് കുടുംബം അടക്കം നാടുവിടും. എന്നിട്ട് ആരെങ്കിലും പോയോ? സുധീഷ് ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. സുധീഷ് അത് എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഇപ്പം നിർത്തിക്കോണം. അരുൺ പറയും, ഞാൻ നിർത്താടി, പക്ഷേ എൻ്റെ സ്വർണവും പണവും തിരിച്ചു വരാൻ പറ അവനോട്. അതെന്ത് ചെയ്തെന്ന് അവൻ പറയട്ടെ, അപ്പം ഞാൻ നിർത്താം. സുധീഷ് ദേഷ്യത്തിൽ എണീറ്റിട്ട് പറയും, മിസ്റ്റർ ആളയൻ ഒന്ന് നിർത്ത്, തനിക്കെന്താ വേണ്ടത്? തൻ്റെ സ്വർണവും പണമല്ലേ, അത് ഞാൻ തരാം. അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അച്ഛൻ പറയും, വെറുതെ വഷളാക്കല്ലേ, വേറെന്തോ കളി നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്ര ധൈര്യത്തിൽ ഇങ്ങോട്ട് വന്നത്. ഹരീഷ് സുഭാഷിനെയും നികേഷിനെയും കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. അത് കാണുമ്പോൾ നിധി പറയും, സുഭാഷ് ഏട്ടാ, നികേഷേ നിങ്ങളെന്താ ഇവിടെ? സുധീഷ് ബാക്കി കഥയോടി പറയാണ്. അത് കേൾക്കുമ്പോൾ അച്ഛനും അരുണിനൊക്കെ പേടി വരും. അച്ഛൻ പറയും, അത് ചെയ്തത് ആരാണെങ്കിലും വെറുതെ വിടരുത്. സുധീഷ് പറയും, അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ മെനക്കെട്ടൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഹരീഷേ, സുധീഷ് വിളിക്കുമ്പോൾ ഹരീഷ് ആ ഗുണ്ടയായിട്ട് അകത്തേക്ക് വരികയാണ്. ഇത് കാണുമ്പോൾ അരുണിനും അച്ഛനൊക്കെ പേടി തോന്നും.